നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇന്നലെ തിങ്കളാഴ്ച അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പല ആളുകൾക്കും 1300 രൂപ 1400 രൂപ മാത്രമാണ് എത്തിയത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1600 രൂപ ഇന്ന് ലഭിക്കുമെന്ന് പറഞ്ഞതിനാൽ തന്നെ പല ആളുകളും തങ്ങൾക്ക് 1300 1400 മാത്രമാണ് ലഭിച്ചതെന്ന് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയക്കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. 1300 രൂപ പെൻഷൻ ലഭിച്ച ആളുകൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് കേരള സർക്കാരിൻ്റെ വിഹിതമായ 1300 ഇന്നലെ ലഭിച്ചത്. ബാക്കി 300 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ്. അത് വരും ദിവസങ്ങൾ തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിന് അവർ പ്രത്യേകിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ ഇന്ന് ലഭിച്ച ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ 300 രൂപ കയറുന്നതാണ്. എന്നാൽ ചില ആളുകൾക്ക് 1600 രൂപ തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് പഴയ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമില്ല, അത് കേരള സർക്കാരിൻ്റെ വിഹിതം മാത്രമാണ്. അവർക്കാണ് 1600 രൂപ ലഭിച്ചത്. എന്നാൽ പുതിയ പെൻഷൻ ലഭിച്ച ആളുകൾ, അതുപോലെ തന്നെ ചില പ്രത്യേക പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 300 രൂപ അഡീഷണലായി കയറുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.